ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കോഴിയും തേങ്ങാച്ചോറും അതുപോലെ തന്നെ കോഴി വെട്ടിയതും കോഴി പൊരിക്കണം എന്നുള്ള പ്ലാനിങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് പീടികയിൽ പോയി വാങ്ങിയതാണ്. ഉമ്മാനെ കാത്തിരിക്കുന്ന 2 പേരക്കുട്ടികളാണ്. ഇമ്മ വണ്ടിയുടെ മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് ഓല കാത്തിരിക്കുന്നത്. അങ്ങനെ ഓല അതും വാങ്ങിയിട്ടുള്ള കയറി. അപ്പോൾ ഇന്ന് സന തകൃതിയായിട്ടുള്ള ഷിമ്മി അടിക്കലുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചിക്കനെ കുളിപ്പിച്ചിട്ട് ഓനെ സുന്ദര കുട്ടിപ്പിനാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ഇടാൻ എൻ്റെ ചിക്കൻ സമ്മതിക്കില്ലെന്ന് ഭയങ്കര കരച്ചിലാണ്. കാരണം ഉറക്കം വന്നവൻ അങ്ങനെയാണ്. അങ്ങനെ ഓനെ താരാട്ടും പാടി ഉറക്കിയതിന് ശേഷം നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നു. നേരെ വെളുത്ത് മോന്തിയവോളം വരെ എൻ്റെ മകന് പൂച്ചുറക്കൊന്നും പറയാൻ പറ്റില്ല. അയക്കും ചെറിയ ഉറക്കമാണ്. കാരണം അപ്പം തന്നെ നീക്കും. അപ്പോൾ ഓനെ ഉറങ്ങി നീക്കുന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഈ ചോറിന്റെ റെസിപ്പി വേണമെങ്കിൽ അത് ഞാൻ പണ്ടൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ തേങ്ങാച്ചോറിനുള്ള പരിപാടി സെറ്റാക്കിയതിന് ശേഷം അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കോഴി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ എന്ത് ചെയ്തു ഫ്രിഡ്ജ് കയറ്റി. കാരണം എന്ത് മേടിച്ചിട്ടില്ല വിചാരിച്ചു രാവിലെ മസാല ദോശ ഉണ്ടാക്കാനുള്ള ക്ഷമ നിൽക്കണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറും ദോശ ചുട്ട് വെച്ചിരിക്കുന്നു. കാരണം രാത്രി ഒന്നും തിന്നാത്തിന് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയപ്പോൾ വെച്ചപ്പോൾ വീണ്ടും 2 മസാല ദോശ എടുത്ത് തിന്നു. ഇനി ഉച്ചക്ക് അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ രാത്രി ചിലപ്പോൾ കഴിക്കും. അങ്ങനെയൊക്കെ ഓരോ തട്ടിക്കൂട്ട് ഡയറ്റിലൂടെയാണ് കടന്നു പോണത്. അപ്പോൾ തന്നെ നമ്മളെ പൂച്ചെറുക്കത്തിൻ്റെ ആൾ നീച്ചു. പിന്നെ ഇതാ ഓരോ വാക്കെല്ലാം എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മീഷോന്ന് കോൾ വന്നത്. കാരണം ഞാൻ 200 രൂപയ്ക്ക് ഒരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മെഗാ സെയിൽ നടന്നിരുന്നു. ആ സമയത്ത് ഓർഡർ ചെയ്താണ് കേട്ടോ. ഗൈസ്, ഇത് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ് ആയി പോയി. കാരണം നല്ല ക്ലോത്ത് ഇട്ടോ, നല്ല ഫാബ്രിക് ആണ്, അതുപോലെ നല്ല പ്രിന്റ് ആയിട്ട് നല്ല ക്വാളിറ്റി വന്നിട്ടുള്ള സാധനം കേട്ടോ. 200 രൂപയ്ക്ക് ഇത്രയും വേർത്ത് ആയിട്ടുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല.